ഒരു യുദ്ധമുണ്ടായാൽ അടിസ്ഥാനപരമായിട്ട് നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തർക്കവുമില്ല, യുദ്ധമുണ്ടാകുന്ന രാജ്യത്തെ സാധാരണ ആളുകളുടെ ജീവനാണ്. അതുകൊണ്ട് യുദ്ധം ഒരു കാരണവശാലും സാധാരണക്കാർ, ഒരു രാജ്യത്തെയും സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒന്നല്ല. പിന്നെ ആർക്കാണ് ഈ യുദ്ധ താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക? അത് യുദ്ധത്തിനാവശ്യമുള്ള ആയുധക്കോപ്പുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ആയിരിക്കും. നിങ്ങളുടെ പാടത്ത് കൃഷി ചെയ്യൂ, നിങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുകയോ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുകയോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയോ അങ്ങനെ ഏത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും മനുഷ്യനുള്ളിടത്തോളം കാലം, അവന് വിശപ്പുള്ളിടത്തോളം കാലം ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ നിങ്ങളുടെ ഫാക്ടറികളിൽ ആയുധമാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ രാജ്യത്ത് ആയുധമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വിശക്കുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമല്ല, പകരം ആയുധം ഉണ്ടാക്കണമെന്നെങ്കിൽ, ഞാൻ പറയുന്ന ആയുധം നമ്മുടെ വീട്ടിൽ തേങ്ങ പൊതിക്കാനുള്ള ചെറിയ കത്തിയോ അല്ലെങ്കിൽ പച്ചക്കറി അരിയാനുള്ള കത്തിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? യുദ്ധമുണ്ടാവുകയോ അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്നുള്ള ഭീതി ഉണ്ടാവുകയോ ചെയ്യണം. ഇതിൽ ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയൂ. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർ, ഒരു രാജ്യത്തുള്ള സാധാരണക്കാരും ഒരു യുദ്ധമുണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കില്ല.